ഇവിടെ ഉണ്ടാവുന്ന ഈ റിപ്പിൾസ് ഒരു വേവ് ഫ്രണ്ടിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് 3 ഡയമെൻഷൻ ആയതിനാൽ ഈ റിപ്പിൾ സ്ഫെറിക്കൽ ആയിരിക്കും. അതിനാൽ ഇവിടെയുള്ള വേവ് ഫ്രണ്ടിനെ നമ്മൾ സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട് എന്നാണ് വിളിക്കുന്നത്. ഇവിടെ ഒരേ താളത്തിൽ ഒരേ സമയം ഒരേ രീതിയിൽ ഓസിലേറ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾസിന്റെ കൂട്ടത്തെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിനെയാണ് നമ്മൾ വേവ് ഫ്രണ്ട് എന്ന് വിളിക്കുന്നത്. അതായത് ഒരു വേവ് ഫ്രണ്ടിലെ എല്ലാ പാർട്ടിക്കിൾസും ഒരേ ഫേസിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. അതിനാൽ സോഴ്സിനെ കേന്ദ്രമാക്കിയുള്ള ഇവിടുത്തെ എല്ലാ സ്ഫിയേഴ്സും ഒരു വേവ് ഫ്രണ്ടിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ നിന്ന് ലൈറ്റ് റേസ് ഈ രീതിയിൽ പുറത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാം. ഇവിടെയുള്ള സ്ഫിയേഴ്സിന്റെ റേഡിയസുകളെയാണ് ഈ ലൈറ്റ് റേസ് റെപ്രസെന്റ് ചെയ്യുന്നത്. റേഡിയസും സ്ഫിയറിന്റെ സർഫസും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയതിനാൽ ലൈറ്റ് റേസും വേവ് ഫ്രണ്ടും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അതായത് ലൈറ്റ് റേസ് വേവ് ഫ്രണ്ടിന്റെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഈ സോഴ്സിൽ നിന്നും വളരെ ദൂരേക്ക് പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട് ആയിരിക്കും. സോഴ്സിൽ നിന്നും വളരെ ദൂരെ ആയതിനാൽ ഇവിടെ ലൈറ്റ് റേസ് പരസ്പരം പാരലൽ ആയിട്ടാണ് വരുന്നത്. ഇവിടെയും ലൈറ്റ് റേസും വേവ് ഫ്രണ്ടും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി തന്നെയാണ്. അതിനാൽ ഏത് ഷേപ്പിലുള്ള വേവ് ഫ്രണ്ട് ആയാലും ആ വേവ് ഫ്രണ്ടും വേവ് ഫ്രണ്ടിന്റെ ഏത് പോയിന്റിൽ വരുന്ന ലൈറ്റ് റേയും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അതിനാൽ ലൈറ്റ് റേസ് പരസ്പരം പാരലൽ ആണെങ്കിൽ വേവ് ഫ്രണ്ട് നമ്മൾ ഈ രീതിയിലാണ് വരയ്ക്കേണ്ടത്. ലൈറ്റ് റേസ് ഇങ്ങനെയാണ് ഉള്ളതെങ്കിൽ ഈ രീതിയിൽ ലൈറ്റ് റേസിന് പെർപെൻഡിക്കുലർ ആയി വരത്തക്ക രീതിയിലായിരിക്കണം നമ്മൾ വേവ് ഫ്രണ്ടിനെ വരയ്ക്കേണ്ടത്.